ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ തമിഴിൽ കണ്ടതുപോലെ തന്നെ സച്ചുകുട്ടൻ്റെ ബാംഗ്ലൂർക്കുള്ള തിരിച്ചു പോക്കിൻ്റെ ഒരുക്കങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം നമ്മുടെ മോന് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് അവലേസ് പൊടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവലേസ് പൊടിയും അവലേസ് ഉണ്ടയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ പൊടി ഞാൻ അടുപ്പിൽ വെച്ചങ്ങ് വറുത്ത് അതിൻ്റെ ശർക്കരയൊക്കെ പാനിയാക്കിയൊക്കെ വയ്ക്കുമായിരുന്നു. പിന്നെ മോന് കൊടുത്തു വിടാനായിട്ടാണ് നെത്തോലി അച്ചാറാണ് ഉണ്ടാക്കിയത്. കഴിഞ്ഞ പ്രാവശ്യം മോൻ പോയപ്പോൾ നെത്തോലി അച്ചാറുണ്ടാക്കിയപ്പോൾ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നെത്തോലി അച്ചാറിന് ടേസ്റ്റ് ഉണ്ടോ, എങ്ങനെയുണ്ട് എന്നൊക്കെ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ റെസിപ്പി ഉൾപ്പെടുത്താമെന്ന് വെച്ചാൽ. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഒരു വട്ടമെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മൾ അടിക്കട്ടിയുള്ള ഒരു ഇരുമ്പേട്ടി ഉണ്ടല്ലോ, അത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ നേരത്തെ നമ്മുടെ നെത്തോലി ക്ലീൻ ആക്കിയിട്ട് അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ് ഇത്രയും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരുന്നതായിരുന്നു. അത് കുറേശ്ശെ ഇട്ടിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുവാണേ. ഞാനാണെങ്കിൽ അത് ആദ്യം ഒന്ന് വീഡിയോ എടുക്കാനായിട്ട് മറന്നുപോയി. അതുകൊണ്ട് ഇങ്ങനെയാണെന്ന് മിക്സ് ചെയ്ത് വെച്ചിരുന്നത്. അന്ന് കുറേശ്ശെ ഇട്ട് നമ്മൾ അധികം അങ്ങ് തീ കൂട്ടിയിടാതെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുറേശ്ശെ ഇങ്ങനെ വറുത്തെടുക്കണം. ഒരു 3-4 വട്ടമായിട്ട് ആണ് നമ്മളതിങ്ങനെ വറുത്തെടുത്തത്. നല്ല ടേസ്റ്റാണ്. മറ്റുള്ള മീനച്ചാറ് പോലൊക്കെ തന്നെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അതേ പാത്രത്തിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ വീണ്ടും ചൂടാക്കാൻ വെച്ച് അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ പൂണ്ടിട്ട് ചെറുതായിട്ട് അരിഞ്ഞ പൂണ്ടിട്ട് കൊടുക്കാം. സാധാരണ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത്. ഇന്ന് പൂണ്ടിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞ ശേഷം അതിലേക്ക് ഇഞ്ചി ചതച്ചതും ചേർത്ത് കൊടുത്തു. പിന്നെ ദാണ്ട കാന്താരി മുളകാണ് ഇട്ട് കൊടുത്തത്. കാന്താരി മുളക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം, ഇത് പൊട്ടിത്തെറിച്ച് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ദൂരോട്ടൊന്ന് മാറി നിന്നിട്ട് വേണം ഇളകാനായിട്ട്. വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ കാന്താരി പൊട്ടിപ്പോകുന്നത് കാണാൻ സാധിക്കും, കണ്ടോ. അതെല്ലാം ഒന്ന് മൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് പൊടികളായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി എന്നിവ ചേർത്ത് കൊടുത്ത് നല്ല വൃത്തിയായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്ത ശേഷം എന്ന് വെച്ചാൽ പൊടികളുടെ പച്ചമണം പോകുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത ശേഷം അതിലേക്ക് വിനാഗിരിയും ചൂടുവെള്ളവും കൂടി മിക്സ് ചെയ്തതാണ്. പകുതി രണ്ടും ഈക്വൽ പാർട്ടിലെടുത്തിട്ട് അത് ഒഴിച്ച് കൊടുത്ത് ഒന്ന് നല്ല ഉപ്പ് ഇച്ചിരി പോയായി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി ചേർത്തതിന് ശേഷം നല്ലപോലെ മിക്സായ ശേഷം നമുക്കതിലേക്ക് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന നെത്തോലിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല സ്വാദിഷ്ടമായ നെത്തോലി അച്ചാർ റെഡിയാണ്. മറ്റുള്ള മീനച്ചാർ പോലെ തന്നെ ടേസ്റ്റാണ്. നെത്തോലിയുടേതായ ടേസ്റ്റ് ആയിരിക്കും എന്നേ ഉള്ളൂ. ഒരു വട്ടമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം നെത്തോലിയൊക്കെ ഒരുപാട് കിട്ടുന്ന സമയമാണല്ലോ. അപ്പോഴത്തേക്കും നമ്മുടെ അവലേസ് പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അവലേസ് പൊടിയിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ച ശേഷം അവലേസ് ഉണ്ടയാക്കാനായിട്ട് നമ്മൾ ശർക്കരപ്പാനി നല്ല ചൂടോടെ അതിലേക്ക് ഒഴിച്ച് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമായിരുന്നു. അവലേസ് ഉണ്ട ഉണ്ടാക്കുമ്പോൾ നമ്മളിങ്ങനെ ശർക്കരപ്പാനി നല്ല ചൂടോടെ ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്താൽ മാത്രമേ നമുക്കതിനെ ഇങ്ങനെ ഉണ്ടയായിട്ട് പിടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. ആ ചൂടോടെ തന്നെ നമ്മൾ ഉണ്ടയായിട്ട് പിടിച്ചെടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം കണ്ടാണ് ഉണ്ടകളായിട്ടിങ്ങനെ പിടിച്ചെടുക്കുമായിരുന്നു. നല്ല ചൂടുണ്ട്, നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ ഈ സമയത്ത് ഇങ്ങനെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനും ഒന്ന് കൈ വെച്ച് നോക്കിയെങ്കിലും എനിക്ക് കണ്ണം പിടിക്കുന്ന പോലെ അങ്ങനെ ഉണ്ട പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ തോറ്റു പിന്മാറിപ്പോയി. അങ്ങനെ മണിയുടെ ദാണ്ട ഉണ്ടയെല്ലാം ഇങ്ങനെ പിടിച്ച് എടുത്തിട്ടുണ്ട്. ഇത് അമൃതം പൊടി കൊണ്ടുള്ള അവലേസ് പൊടി ഉണ്ടയാണ് കേട്ടോ. ഇവിടെ അരിപ്പൊടിയെക്കാട്ടി അമൃതം പൊടിയാണ് ഇഷ്ടം. മുമ്പേ ഞാൻ അമൃതം പൊടിയുടെ അവലേസ് പൊടി വീഡിയോ കാണിച്ചിട്ടുണ്ട്. അതാണ് റെസിപ്പി ഇടാത്ത കേട്ടോ. ഇത്രയും അവലേസ് പൊടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു മോന് കൊണ്ടുപോകാനായിട്ട്. പിന്നെ ഒരു കേക്ക് ഉണ്ടാക്കി, പീസ് കേക്ക് ഉണ്ടല്ലോ, അതുണ്ടാക്കിയതായിരുന്നു മോന് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പിന്നീട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് കേസരി കൂടെ ഉണ്ടാക്കി. കേസരി കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും അന്ന് കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയതാണേ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അതാണ്ട് പാക്കിംഗ് ആയി. എന്താ പറയുക, അതാണ് നമ്മുടെ ഉണ്ട. ഇതാണ് ഇങ്ങനെ ബോട്ടിലാക്കിയപ്പോൾ എല്ലാം ബോട്ടിലാക്കണ്ട അമ്മ, ബാഗ് സ്ഥലം തികയത്തില്ല പറഞ്ഞു. പിന്നെ അതിനെ കവറിലാക്കി കൊടുത്ത് നമ്മുടെ മീനച്ചാർ, നെത്തോലി അച്ചാറില്ലേ അത്, പിന്നെ നമ്മുടെ കേക്ക് ഇങ്ങനെ ഞാൻ പീസാക്കി ഒരു ബോട്ടിലാക്കി കൊടുത്തു. പിന്നെ കുറച്ച് അവലേസ് പൊടിയും അങ്ങനെ എടുത്തു. അങ്ങനെ എല്ലാം പിന്നെ പാക്ക് ചെയ്തൊക്കെ റെഡിയാക്കി വെക്കുമായിരുന്നു സച്ചുക്കുട്ടൻ.
കുറേ ദിവസം 2 മാസത്തോളം നിന്നിട്ട് പോകുന്നുണ്ട് എൻ്റെ മോൻ. അതിൻ്റേതായ വിഷമം ഉണ്ടായിരുന്നു. അവനെ കാട്ടി വിഷമം എനിക്കുണ്ടായിരുന്നു. എൻ്റെ വിഷമം കൂട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ വിഷമം മറച്ച് വെക്കുന്നത് എനിക്ക് നിലവൃത്തിക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നു. മഴയണം കൂടി ഇല്ലാതിരുന്നത് കൊണ്ട് അണ്ണനന്ന് ജോലി ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു പോയപ്പം. വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ, കുഞ്ഞിന് പഠിക്കണ്ടേ. അങ്ങനെ എല്ലാം പാക്ക് ചെയ്ത് വെച്ച് അവിടെ വരെ ഞാൻ വീഡിയോ എടുത്തോളൂ. പോകുന്നതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റ് ഷെയറും ഒക്കെ ചെയ്യാൻ മറക്കരുതേ. പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.